എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യർ, കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം, അഞ്ഞൂരി നമ്പേശമ്പടി, കാർത്തിക ആയുർവേദിക്സ്. സർവ ജന ആകർഷണം. ഇഷ്ടപ്പെട്ട വ്യക്തികളെ സ്വന്തമാക്കാൻ, തെറ്റിപ്പോയ ആളുകളെ നമ്മളിലേക്ക് അടുപ്പിക്കാൻ, അതുപോലെ തന്നെ നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ അകന്നു ജീവിക്കുന്നവരെ ഐക്യമുണ്ടാക്കാൻ, അങ്ങനെ എല്ലാ തരത്തിലുള്ള ആകർഷണം ഉണ്ടാക്കാനും വശീകരിക്കാനും പറ്റുന്ന ഏറ്റവും നല്ല ഒരു ക്രിയയാണ് പറയുന്നത്. ഇത് വശ്യതിലകമായിട്ട് തൊടാം. ഇത് നിങ്ങൾക്ക് ജപിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ സുഗന്ധ ദ്രവ്യങ്ങളിൽ ജപിച്ച് നമുക്ക് ശരീരത്തിൽ പുരട്ടാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്കൊരാളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു ആകർഷണ വശീകരണ ക്രിയ. വളരെ സിമ്പിളാണ്. എന്ത് ക്രിയ നടത്തുകയാണെങ്കിലും നമ്മൾ ചെയ്യിപ്പിക്കുമ്പോൾ അതിന് വലിയൊരു ചെലവുണ്ട്. അത് ഇല്ലാതെ സ്വന്തമായി തന്നെ നമ്മൾ ചെയ്ത് ആ കാര്യം സാധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ ഒരു കർമ്മി ചെയ്തു തരികയാണെങ്കിൽ, ഇപ്പൊ ഞാൻ ഒരു വശീകരണ ക്രിയ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരികയാണ് എന്ന് വിചാരിക്കുക. അത് നിങ്ങൾക്ക് വേണ്ടി ആ മന്ത്രം വെറുതെ ഇരുന്ന് കുറച്ച് ജപിച്ചാൽ മാത്രം അതാവില്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു ക്രിയ നടത്തുമ്പോൾ അതിന് ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ചില ഗുരു ഗണപതി പൂജ, അതുപോലെ തന്നെ ഗണപതി ഹോമം, അതിനോട് ബന്ധപ്പെട്ട് നമുക്കുണ്ടാകുന്ന ആ ഒരു സുഖസൗഭാഗ്യം അനുഭവിക്കാനുള്ള ദോഷങ്ങൾ തീർക്കുന്ന, ദുരിതങ്ങൾ തീർത്ത് എന്നിട്ടൊക്കെയാണ് നമ്മൾ ഈ വശീകരണ ക്രിയ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുക. ഒരു വ്യക്തിയുടെ ആകർഷണം അല്ലെങ്കിൽ മറ്റൊരു സന്തോഷം, സമാധാനം, ഐക്യം, സ്നേഹമൊക്കെ അനുഭവിക്കാനുള്ള ആ ദോഷം എന്താണെങ്കിൽ അത് തീർക്കുമ്പോഴാണ് ഞങ്ങൾ മറ്റൊരാൾക്ക് കർമ്മ ചെയ്ത് തരുമ്പോൾ അത് ഫലിക്കുള്ളൂ. പക്ഷേ അതിന് നമുക്കൊരു 16,000 മുതൽ 30,000, 40,000 ഒക്കെ ചെലവുകളുണ്ട്. കാരണം അതിൻ്റെ ആ ക്രിയകളൊക്കെ ഒരു ദിവസം ചെയ്ത് മാത്രം പോരാ. തുടർച്ചയായിട്ട് നമുക്കതിന് 8 ദിവസം പൂജ, തുടർച്ചയായിട്ട് 11 ആഴ്ച അതിൻ്റെ അർച്ചന, ഇതൊക്കെ ചെയ്തിട്ടാണ് ഒരു വ്യക്തിയുടെ മനസ്സിനെ നമ്മളിലേക്ക് സ്വാധീനിപ്പിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുക. പക്ഷേ നമ്മളുടെ കാര്യം നമുക്ക് തന്നെ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് ഫലിക്കും എന്ന് പറഞ്ഞാൽ നമ്മളത് നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ടിരുന്ന് ചെയ്താൽ മാത്രം മതി. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ലപോലെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ 2 കണ്ണടച്ചിട്ട് ഇങ്ങനെ ആ വ്യക്തിയുടെ രൂപം ഇങ്ങനെ ധ്യാനിച്ചിട്ട് ജപിക്കുക. അപ്പോൾ ഒരു തരത്തിൽ ആൾ വരും. ഈ ജപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ആ കുങ്കുമം നമുക്ക് കയ്യിൽ പിടിച്ച് ജപിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അത്തറ് പോലുള്ള സുഗന്ധ ദ്രവ്യങ്ങൾ ഇതാക്കാം. പിന്നെ കസ്തൂരി തൈലം. ഈ കസ്തൂരി തൈലം എന്ന് പറഞ്ഞാൽ വളരെ എഫക്റ്റീവാണ്. ഇതൊരു ഇത്ര പോകുന്നൊരു തൈലാണ്. ഇതാണ് അത്. കസ്തൂരി നമ്മൾ വെളിച്ചെണ്ണയിലോ പാരച്ചൂട്ട് വെളിച്ചെണ്ണയിലോ നമ്മളിട്ട് ചാലിച്ച് വെച്ചിട്ട് അത് ജപിച്ച് തരുന്നതിനാണ് ഈ കസ്തൂരി. ഈ കസ്തൂരി തൈലമിട്ട് മുടി മിനിക്കുന്നുള്ള പാട്ടൊക്കെ അതാണ്. പക്ഷേ അതുപോലെ തന്നെ നമുക്ക് പല കാര്യങ്ങളിലും ഇത് ചെയ്യാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തിയെ, നമുക്ക് ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിയോട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഒരു കസ്തൂരി തൈലം ഇട്ട് പരട്ടുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് പറ്റാത്തതായിരിക്കും. ചിലപ്പോൾ ജപിച്ചതിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് പറ്റാത്തതായിരിക്കും. ചിലപ്പോൾ അങ്ങനെ ആ വ്യക്തിയെ സ്വാധീനിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കും നിങ്ങളുടെ കയ്യിൽ. അപ്പോൾ ആ രൂപത്തിലും ഇത് ചെയ്യാം. അപ്പോൾ കഴിക്കാൻ കൊടുക്കുന്നതാണെങ്കിൽ ഇത് ജപിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ പല പല കാര്യങ്ങളിലൂടെയും നമുക്ക് സ്വാധീനിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാ പരിപാടിയും എല്ലായിടത്തും നടക്കില്ല, ചില സാധിക്കില്ല. പക്ഷെ സാധിക്കുന്ന രീതിയിൽ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും എന്നാണ് ചുരുക്കത്തിൽ പറഞ്ഞു വന്നത്. ഇപ്പം നിങ്ങൾക്ക് നെയ്യ് പുരട്ടി കൊടുക്കാൻ പറ്റുമെന്നെങ്കിൽ ഈ നെയ്യ് കയ്യിൽ പിടിച്ച് ജപിച്ചു കൊടുക്കാം. തേൻ ജപിച്ചു കൊടുക്കാം. മധുര പലഹാരങ്ങൾ ജപിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ കുങ്കുമം, ചന്ദനം അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ ജപിച്ചു കൊടുക്കാം. അതുപോലെ കൈവശ കൂട്ടിൽ ഇത് ജപിച്ചു കൊടുക്കാം. ഇതിൻ്റെയൊക്കെ അങ്ങനെ ഏത് തരത്തിലാണോ നിങ്ങൾക്ക് ആളെ കൊടുക്കാൻ പറ്റുന്നത് എന്നുണ്ടെങ്കിൽ ആ രീതിയിലൊക്കെ കൊടുക്കാം. പക്ഷെ ഇതിനെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏറ്റവും കുറഞ്ഞത് നമ്മൾ ആദ്യം തന്നെ 1000 തവണ ജപിച്ചിരിക്കണം. ഈ മന്ത്രം 1000 തവണ ജപിച്ചാലാണ് നമ്മൾക്ക് ഈ മന്ത്രത്തിൻ്റെതായ സിദ്ധി അല്ലെങ്കിൽ ആ ചൈതന്യം നമ്മളിൽ ഉണ്ടാവുള്ളൂ. ആ ജപിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ വ്യക്തികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളിൽ ജപിക്കുന്നത്. അപ്പോൾ ഈ ജപിക്കുമ്പോൾ ഒരു നെയ്യിൽ ജപിച്ചു എന്നുണ്ടെങ്കിൽ 108 തവണയോ അത് 336 തവണയോ 1000 തവണയോ ജപിക്കാം. എത്രയും തവണ ജപിക്കുന്നു അത്രയാണ് ഈ മന്ത്രത്തിന്റെ പവർ. ആൾക്കാർ വന്ന് ചോദിക്കും, ഭയങ്കര കടുകട്ടിയായിട്ടാണ് അവർ ക്രിയ നടത്തിയുള്ളത്, ഒരു തീരെ പോരണില്ല എന്നൊക്കെ പറയും. കടുകട്ടി എന്ന് പറയുന്ന സാധനം ഒരു മന്ത്രം 100 വട്ടം ചെല്ലുന്നത് 1000 ചൊല്ലി കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതലായി. പിന്നെ അത് 10,000 ചൊല്ലിക്കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതലായി.
ലക്ഷം തവണ ജപിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടും. ഈ എണ്ണം കൂടും തോറുമാണ് ഈ കട്ടുകട്ടി എന്ന് പറയുന്നത്. ആൾക്കാരെ വിചാരിച്ചത് എന്തൊരു സാധനം കൂട്ടി അടിച്ചടിച്ച് കട്ടിയെന്നാ. എന്നോട് ചോദിക്കുന്ന ആൾക്കാരുടെ സംശയങ്ങൾ ഇതാണ്. ഇത് കടുകട്ടി ചെയ്തിട്ടുണ്ടെന്നാ പറയുന്നത്, കടുകട്ടി ചെയ്തിട്ടുണ്ടെന്നാ പറയുന്നത്. ഈ കടുകട്ടി എവിടെ വെച്ചാൽ ഒരു കാര്യം കുറെ അധികം ചൊല്ലുമ്പോൾ അതിന്റെ പവർ കൂടുന്നതാണ് കട്ടി എന്ന് പറയുന്നത്. അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ചുരുക്കം മനസ്സിലാവാൻ വേണ്ടിയില്ല. കാരണം ആൾക്കാരുടെ സംശയം കേട്ട് ദൈവേ എന്തെന്നാ പറയേണ്ടത്, അമ്മാതിരി ഭ്രാന്ത് പിടിക്കുന്ന തരത്തിലായി. കാരണം വിഡ്ഢിത്തരം പോലത്തെ ചോദ്യങ്ങൾ ആൾക്കാർ ചോദിക്കുക. ചുണ്ടിത്തരം എന്നല്ല, ഒരു തരത്തിലും സാമ്യമില്ലാതെ ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലും ശരിയാവണില്ല. അപ്പൊ അതാണ് ഇത് ഇങ്ങനെ പറയുന്നത്. കാരണം വെച്ചാൽ അത് അറിവുള്ളവർക്ക് ഇത് മനസ്സിലാവുകയും ചെയ്യും, അതല്ലാത്തവർ ഇത് ഉൾക്കൊള്ളട്ടെ വെച്ചിട്ടാണ് ഈ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ സംഭവം ജപിച്ചിട്ട് എത്രയും ജപിക്കുന്ന അത്രയും പവർ. നിങ്ങളൊരു കാര്യത്തിന് ആവശ്യമുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പണം മുടക്കി ചെയ്യണം, എന്നിട്ട് അത് സാധിക്കുന്നവരെ കാത്തിരിക്കണം. അതിനാർക്കും സമയമല്ല. എൻ്റെ അടുത്തേക്ക് എൻ്റെ പൂജയ്ക്ക് വരും, നമ്മൾ പറയുന്നത് 90 ദിവസത്തിനുള്ളിൽ നടക്കുള്ളൂ, ചെയ്ത അന്ന് മുതൽ ഫലം തുടങ്ങും എന്നൊക്കെ പറഞ്ഞ് കർമ്മത്തിന് പൈസയും മേടിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ തുടങ്ങും വിളി. ആയില്ല. എല്ലാവർക്കും എല്ലതും ഒരുപോലെയല്ല. പക്ഷെ എന്നാലും ചിലർക്ക് പെട്ടെന്നാവും, ചിലർക്ക് വൈകും. ഇതാണ് എത്രയും പെട്ടെന്ന് നടന്നാൽ നമുക്ക് സുഖമായി. കാരണം വെച്ചാൽ ആ പിടുത്തം വേഗം വിടാലോ. പക്ഷെ നടക്കാതെ വരും തോറും നടത്താൻ വേണ്ടിയിട്ടുള്ള പ്രയത്നം എത്രമാത്രം ഉണ്ടാവും നമുക്കും കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ജനങ്ങളുടെ കാര്യം സാധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ. അപ്പൊ പൈസ വാങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ എത്രയും പെട്ടെന്ന് നടക്കുക എന്നുള്ളത് നമ്മുടെയും കൂടി ആവശ്യമാണ്. പക്ഷെ പൈസ തന്ന ആൾക്കാരോ നടത്താൻ വേണ്ടി കർമ്മം ചെയ്യിപ്പിച്ച ആൾക്കാരോ പിന്നെ കണ്ണും ചെവിടും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങളുടെ പൈസ പോവാതെ തന്നെ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അത് ഞങ്ങൾ ചെയ്യുന്നതിനേക്കാൾ സിമ്പിളായിട്ട് പറ്റും. പക്ഷെ നിങ്ങൾ അതിന്റെ സമയം കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണച്ചെലവുമില്ല, മനസമാധാനമായിട്ട് സെറ്റാക്കും ചെയ്യാം. അതാണ് ഇതിന്റെ കാര്യം. അപ്പൊ ഇതിന് വേണ്ടത് എന്താ വെച്ചാൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക്. ഇപ്പൊ പറഞ്ഞല്ലോ, എന്തിൽ വേണമെങ്കിലും ചെയ്യാം, ഏതിൽ കൂടെ വേണമെങ്കിലും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ആവാം. കുങ്കുമത്തിൽ ജപിച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കുറിയിട്ടിട്ട് ഒരാളെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുങ്കുമത്തിൽ നമ്മൾ കൈ പിടിച്ചിട്ട് ജപിക്കുക. ആ കുങ്കുമം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറി തൊടുന്ന കുങ്കുമം. അതിലാണെങ്കിൽ ജപിച്ചതിന് ശേഷം നമ്മൾ കുറി തൊട്ടി കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് കാണുന്നവർക്കൊക്കെ നമ്മൾ ഇഷ്ടാവും. അതൊരു സർവ്വജന വശ്യാണ്. പക്ഷെ അത് മുസ്ലിംസോ ക്രിസ്ത്യൻസിനോ പറ്റില്ല. അപ്പൊ എന്തായാലും കൂലി തൊടാറില്ലല്ലോ അവര്. അപ്പൊ നെയ്യ് കൈ പിടിച്ചുകൊണ്ട് നമുക്ക് അത് ജപിക്കുക. ഈ നെയ്യ് എന്നിട്ട് ജസ്റ്റ് തൊട്ടിട്ട് ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ എന്താണ്, ആ വശ്യ പവർ നമുക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഓരോ ഹൈന്ദവ ആചാരത്തിലുള്ള രീതിയിലുള്ള ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർക്ക് കുറി, കളഭം, ഭസ്മം മുതലായ സംഭവങ്ങളൊക്കെ അത് ചെയ്യാം. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഈ കൊടുക്കുന്ന ആൾക്ക്, ഇപ്പൊ ഇഷ്ടപ്പെടേണ്ട ഒരാൾക്ക് കൊടുക്കുന്ന അവർക്ക് മറ്റ് എന്ത് സാധനത്തിനും കൊടുക്കാം. അപ്പൊ ചെയ്യേണ്ട മന്ത്രം ഇതാണ്. ഇത് ജപിക്കുമ്പോൾ എന്താണ്, നല്ലതുപോലെ പ്രാർത്ഥിച്ചിരുന്നിട്ട് ഗുരുക്കന്മാരെ ഒക്കെ നന്നായി പ്രാർത്ഥിക്കുക, ഗണപതിയെ പ്രാർത്ഥിക്കുക, എന്നുവെച്ചാൽ സർവ്വ വിഘ്നങ്ങൾ തീർത്തു തരണ വിഘ്നേശ്വര എന്നൊക്കെ പ്രാർത്ഥിക്കുക. പിന്നെ പഞ്ചഭൂതങ്ങളെ, നവഗ്രഹങ്ങളെ, യോഗീശ്വരന്മാരെ, ഋഷീശ്വരന്മാരെ എന്നൊക്കെ നന്നായി പ്രാർത്ഥിക്കുക. ഈ പ്രപഞ്ചത്തിലെ സർവ്വ ചൈതന്യമായിട്ടുള്ള പ്രകമ്പനമായിട്ടുള്ള ഈ പ്രകൃതി തന്നെ നിലനിർത്തുന്ന സർവ്വശക്തികളെയൊക്കെ ഉണ്ട് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് എനിക്ക് ഈ കാര്യം സാധിപ്പിച്ച് തരണേ എന്ന് പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥിക്കുന്നതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ മന്ത്രം ഭൂമിയിലുള്ളിൽ നിന്ന് നമ്മുടെ വായിൽ നിന്നും പുറത്തു വന്ന സ്പോട്ടിൽ തന്നെ ഈ വ്യക്തിയിലേക്ക് എത്തും എന്നുള്ളതാണ്. അമേരിക്കയിലുള്ള ഒരാൾ മൊബൈലിൽ നമ്പർ അടിച്ചാൽ ആ സ്പോട്ടിൽ നമ്മളെ ബെല്ലടിക്കുന്നുണ്ടെങ്കിൽ ഇത് വരുന്നത് വായുവിൽ കൂടെയാണെന്നുള്ളതാണ്. ഈ വായു എന്നുള്ളതിന് അകലമില്ല എന്നുള്ളതാണ്. ഈ വായുവിന് അകലമില്ല. കാരണം വെച്ചാൽ അവിടുത്തെ തരംഗം ഇവിടുത്തെ തരംഗം മുട്ടി നിൽക്കുകയാണ്. ഇത് തൊടുമ്പുഴയ്ക്ക് പിടിക്കാൻ എത്തുന്നത് ഈ വായുവിലൂടെയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിതിന് പറഞ്ഞ സ്പോട്ടിൽ തന്നെ ആ വ്യക്തിയിലേക്ക് എത്തും എന്നുള്ളതാണ്. അത് എത്തണമെങ്കിൽ നമ്മുടെ മനസ്സ് ആ വ്യക്തിയുടെ ചിന്തയിലൂടെ ആണ് അവിടേക്ക് എത്തിക്കുക. മൊബൈല് എത്തിയത് നമ്പർ പ്രകാരം. നമ്മളൊരു വ്യക്തിയെ എത്തുന്നത് പേരും നാളും വെച്ചിട്ട് നമ്മൾ ഈ കാര്യം പറഞ്ഞ് ആ മനസ്സുകൊണ്ട് ധ്യാനിക്കുമ്പോഴാണ് ആ വ്യക്തിയിലേക്ക് എത്തുന്നത്. അവിടെയാണ് ഇതിന്റെ കഥ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ്, നല്ല രീതിയിൽ നല്ലപോലെ പ്രാർത്ഥിച്ച് ആ വ്യക്തിയെ ധ്യാനിച്ച് ഇങ്ങനെ ഇരുന്നിട്ടാണ് അയാള് എനിക്ക് വശമായി വരണേന്ന് ഈ പഞ്ചഭൂതങ്ങൾ പ്രകൃതിയോട് തന്നെ ഈ വായു പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞ പ്രകൃതിയിൽ കൂടെയുള്ള ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത് അത് ടെലിപ്പതി എന്നാണ് പറയുക. ടെലിപ്പതി ആ പറയുന്ന സംഭവത്തിനിലൂടെ വരുമ്പോൾ നമ്മൾ ധ്യാനിച്ചുകൊണ്ട് ഈ പ്രാർത്ഥിച്ചിട്ട് മന്ത്രം ചെല്ലുന്നത് നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ചെല്ലാം. ഡെയിലി 1000 പറ്റുമോ, പെട്ടെന്ന് നടക്കും. അതുപോലെ തന്നെ 100 പറ്റുള്ളൂ 100, 108 പറ്റുള്ളൂ 108, അല്ല 108 ആണെങ്കിൽ 108, 336 ആണെങ്കിൽ 336, 1000, 10,000 ആണെങ്കിൽ 3000 ആണെങ്കിൽ എത്ര
എത്ര വേണമെങ്കിലും ജപിക്കാം. അപ്പൊ ഇതാണ് അങ്ങനെ ജപിച്ചതിന് ശേഷം നിങ്ങൾ ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നന്നായി പ്രാർത്ഥിച്ചിട്ട് ഓം നമഃശിവായ, ഓം നമോ നാരായണായ നമാന്നും നമ്മൾ ജപിക്കണം. അത് ജപിച്ചു കഴിഞ്ഞാലാണ് ഇത് പൂർണ്ണമായിട്ട് നമുക്ക് ഫലമായിട്ട് വരിക. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പം മന്ത്രം ഇതാണ്: ഓം ക്ലീം ക്രീം സർവവശ്യമോഹിനി കാളി സർവവശ്യം കുരു 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 സ്വാഹ. ഓം ക്ലീം ക്രീം സർവവശ്യമോഹിനി കാളി സർവവശ്യം കുരു 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 സ്വാഹ എന്നാണ്. ഈ സർവവശ്യം എന്നുള്ളിടത്താണ് നമ്മൾ ഈ ആടെ പേര് ചേർക്കുന്നത്. അപ്പൊ ഈ പേരെന്താണ്? സർവജനം എന്നുള്ളതാണെങ്കിൽ നമ്മൾ ഈ മന്ത്രം മാത്രം ജപിച്ചാൽ മതി. സർവവശ്യം എന്നുള്ളിടത്താണെങ്കിൽ നമ്മൾ എന്താണ്, ഒരു വ്യക്തി സർവജന ആകർഷണമാണ് നമുക്ക് ആവശ്യമെങ്കിൽ ഇതേപോലെ ജപിച്ചാൽ മതി. പക്ഷെ ഒരു വ്യക്തിയെ ആണെങ്കിൽ നമുക്ക് അയാളുടെ പേര് നോക്കിയിട്ട് ജപിക്കണം. അന്നേരം തന്നെ ജപിക്കുമ്പോൾ ഒരു വ്യക്തിനെ ധ്യാനിച്ചുകൊണ്ട് ജപിക്കാം. ആ സർവവശ്യം എന്നുള്ളത് മാറ്റി ആ വ്യക്തിയുടെ പേര് ചൊല്ലിക്കൊണ്ട് ജപിക്കാം. അപ്പോൾ നമ്മൾ ആ വ്യക്തിനെ ധ്യാനിക്കലും ആ പേര് സങ്കല്പിച്ചും ആ മനസ്സിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്ത് ചെയ്യുമ്പോഴാണ് ആ വ്യക്തിയുടെ മനസ്സിൽ നമ്മളോടുള്ള അനുകമ്പ, ഇഷ്ടം തുറന്ന് വിരോധം മാറി നമ്മളിലേക്ക് ആയി വരിക. ഇതൊരു 41 ദിവസമൊക്കെ ചെയ്യണം. ഇതൊക്കെ 1000 തവണ ദിവസം ചെല്ലിയാലാണ് ആ വ്യക്തിയുടെ 41,000 തവണ ആവുള്ളൂ. ഒരു മാസത്തിൽ അല്ല 41 ദിവസം കൊണ്ട് 41,000 തവണ ആവുള്ളൂ. ഈ 41,000 തവണ ജപിക്കുമ്പോഴാണ് ഇതിന് സിദ്ധി കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് 3000 വെച്ചിട്ട് ചൊല്ലുകയാണെങ്കിൽ 10-11 ദിവസം കൊണ്ട് നടക്കും. അതാണ് 21 ദിവസം കൊണ്ട് കാര്യം നടക്കും എന്നൊക്കെ പറയണില്ലേ. അപ്പൊ 21 ദിവസം നടക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 3500 5000 പ്രാവശ്യം വെച്ച് ജപിക്കാം. അപ്പൊ ഒരു 10 ദിവസം കൊണ്ട് നടക്കും. അങ്ങനെയാണ് ഇതിന്റെ കഥ. അല്ലാണ്ട് നിങ്ങൾക്ക് ഒരു കാലയളവ് എന്ന് പറയുന്നത് നിങ്ങൾ മന്ത്രം ജപിക്കുന്നതിന്റെ പവറും അതും അനുസരിച്ചിട്ടാണ്. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്നത് ജീവിതത്തിൽ മറ്റൊരാളുടെ ജീവിതം നശിപ്പിക്കാനോ വിരോധമുണ്ടാക്കാനോ കലഹിപ്പിക്കാനോ ആവരുത്. കാരണം ജീവിതത്തിൽ നമ്മൾക്ക് എന്നും തുണയായി നിൽക്കുന്ന ഒരു വ്യക്തി അകന്നു പോകുമ്പോഴുണ്ടാകുന്ന വേദന സഹിക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ടെങ്കിലാണ് ഇത് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ മാക്സിമം നിങ്ങൾ കഴിയുന്നതും മറ്റൊരാളെ ഒരു മനസ്സുകൊണ്ട് തളരാത്ത, നമുക്കൊരു ഇഷ്ടം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തളരാത്ത രീതിയിലുള്ള ഒരു കെയറിങ് നമ്മൾ ശീലിക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും മാത്രം അടുപ്പുള്ള ഒരാൾ വേണ്ടെന്ന് വെച്ചിട്ട് ആൾക്കാർ സൂയിസൈഡ് ചെയ്യുന്നവർ, മാനസിക വിഭ്രാന്തി ഉണ്ടാകുന്നവർ, മാനസികമായിട്ട് തളരുന്നവരൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ആ ഒരു ഇഷ്ടം മനസ്സിനെ തളർത്താത്ത രീതിയിലെങ്കിലും നിങ്ങൾ കൊണ്ടു നടക്കാൻ ശ്രമിക്കുക. അങ്ങനെ വന്ന് നമുക്ക് വേണ്ടത് ഒരാളാണ്, ജീവിതത്തിലൊരു സന്തോഷവും സമാധാനമൊക്കെ കിട്ടുന്നതാണ്. നിങ്ങൾ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അവർ ആ ഒരു നഷ്ടം നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ, ആ ഒരു സ്നേഹം നമുക്ക് നഷ്ടപ്പെടാതിരിക്കാനും ആ നഷ്ടപ്പെട്ടത് നമുക്ക് എന്നേക്കുമായിട്ട് കിട്ടാനും വേണ്ടിയിട്ടൊക്കെയാണ് ഇതൊരു മറ്റൊരാൾക്ക് ഉപദ്രവമായിട്ടോ ചതിയായിട്ടോ ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ തന്നെ അത് നിങ്ങൾക്ക് തന്നെയാണ് നാശം. വൈദ്യം, ജ്യോതിഷം, മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വിരൽത്തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ.